ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ജസ്റ്റ് മക്കളുടെ വെക്കേഷനൊക്കെ തീർന്ന് അവർക്ക് സ്കൂള് റീഓപ്പണായി. ഇന്നായിരുന്നു കേട്ടോ, ജാൻ 31 ഇതതിന് മുന്നേ ഒരു വീക്കെൻഡ് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇവിടെ ഇപ്പം അത്യാവശ്യം നല്ല ചൂടാണ്. ഇവിടുത്തെ സമ്മർ ഇപ്രാവശ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. കുറേ ചൂടുള്ള കുറച്ചധികം ദിവസങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാവിലെ ഇന്ന് നല്ലൊരു അടിപൊളി എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് മസാല ദോശ. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ രാവിലെ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ എൻ്റെ പേര് മഞ്ജു. ഞങ്ങളിവിടെ മെൽബൺ, ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഹസ്ബൻഡും 2 മക്കളും. അവർ സേറ, ഇവാൻ, ഗ്രേഡ് 5ഉം 3ഉം ആണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്, IT വർക്ക് ചെയ്യുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ക്വിക്കായിട്ടൊന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഒരു ലൈക്കും തരണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഫാമിലി വ്ളോഗ്സ്, ഡേ ഇൻ മൈ ലൈഫ്, ട്രാവൽ വ്ളോഗ്സ് അങ്ങനത്തെ വീഡിയോസൊക്കെയാണ് ചെയ്യാറുള്ളത്. അതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പരിപാടി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ തട്ടിൻപുറം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഇവിടെ തട്ടിൻപുറം ഉണ്ടോ എന്ന് ചിലരെങ്കിലും വിചാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ വീടില്ലേ, അതായത് തട്ടിൻപുറം ഒക്കെയുള്ള ഓടൊക്കെ ഇട്ട വീട്, ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ അകത്തുനിന്നാണ് ഈ തട്ടും പുറത്തോട്ട് കയറുന്നത്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഒരു കോണിയൊക്കെ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടുണ്ടാവില്ലേ തട്ടും പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ സാധാരണ ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഇതിപ്പോൾ ലിവിങ് റൂമിൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് ഈ മേലോട്ട് കയറാനുള്ള സ്ഥലം. അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ കോണി വെച്ചിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ മാറ്റാവുന്ന ഒരു മൂടിയാണ് അതിന്. അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് മേലോട്ട് കയറാം. അപ്പോൾ ഇവാന് ഭയങ്കര ഇഷ്ടമാണ് മേലെ കയറാൻ, അറ്റിക്ക് കയറുക എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവനാണ് ആദ്യം കയറി അവിടെ ലൈറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ കയറുന്നോടത്ത് തന്നെ ഒരു ലൈറ്റുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ പണ്ടത്തെ ഓടിട്ട വീടുകളിലൊക്കെ ഇല്ലേ കഴുക്കോല് വെച്ചിട്ട്, നമ്മുടെ ഏതാണ്ട് അതുപോലത്തെ വളരെ ക്ലോസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ഈ നമ്മളീ കാണുന്ന കഴുക്കോലില്ലേ, അതൊരു പ്രോസസ്ഡ് ടിമ്പറാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഇവിടുത്തെ ഒത്തിരി പഴയ, അതായത് 60-70 വർഷമുള്ള വീടുകളാണെങ്കിൽ പോലും ആളുകൾ അകം മാത്രമാണ് റിനോവേറ്റ് ചെയ്യുക. കാരണം ഇത് അത്രയും സ്ട്രോങ് ആണ് ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ അതിൻ്റെ മേലെ കാണുന്നില്ല, അത് ശരിക്കും ഓടാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് അങ്ങനെ മാറിയിരിക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ഹീറ്റർ ഗ്യാസാണ്. ഗ്യാസ് ബേൺ ചെയ്തിട്ടാണ് നമ്മുടെ റൂമിലോട്ടൊക്കെ ഹീറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെക്സാണ് ആ സിൽവർ കളറിൽ കാണുന്നതെല്ലാം. അതിങ്ങനെ ഓരോ റൂമിലോട്ടും കണക്റ്റഡ് ആണ്. എന്നിട്ട് ഓരോ റൂമിലും അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വെൻ്റ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഈ വെൻറ്റിൽ കൂടിയാണ് എന്നിട്ട് ചൂട് എയർ നമ്മൾ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഹീറ്റർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ മേലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. പിന്നെ ഇത് കണ്ട്, ഇത് ശരിക്കും ഒരു ഇൻസുലേഷന് വേണ്ടിയിട്ടാണ്. ചൂടത്തും തണുപ്പത്തും ഒക്കെ വീടിനെ കുറച്ചുകൂടി ഇൻസുലേറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതപ്പോൾ നമ്മുടെ തട്ടിൻപുറത്ത് മുഴുവൻ ഈ സാധനം ഇങ്ങനെയുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടുത്തെ വീടുകൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേലത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഒരു കൗതുകം തോന്നുന്ന കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒന്ന് ചുമ്മാ പെട്ടെന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറിയൊരു മീൽ പ്രിപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് ഗ്രോസറി ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പം അത് വരും. അതിന് മുന്നേ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന്. സാധാരണ ഫ്രൈഡേ ഓർ സാറ്റർഡേ ആണ് കേട്ടോ നമ്മുടെ ഒരു ഗ്രോസറി ഷോപ്പിംഗ്. അപ്പോൾ ആ ഒരു ഫ്രൈഡേ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ ഒരുവിധം ഇങ്ങനെ തീരാറായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ എളുപ്പമാണല്ലോ. ഈ ഒരു വീക്ക്ലി ക്ലീനിങ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്ലീനിങ് ആണ്. ഞാൻ കുറച്ച് വെള്ളവും ഒരു വാം വാട്ടറും വിനെഗറും കൂടെ ഒരു ഓൾമോസ്റ്റ് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഇല്ലേ, അത് ആ വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. നമ്മൾ എല്ലാ വീക്കും ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജ് ഒരുവിധം വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. പിന്നെ എന്തെങ്കിലും സ്പില്ലേജ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ക്ലീൻ ആക്കും. അതർവൈസ് ഇങ്ങനെയാണ് എൻ്റെ ഒരു വീക്ക്ലി ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ സാധനങ്ങളുണ്ട്.
പൊതുവേ കൈൻഡ് ഓഫ് ഭയങ്കര എംറ്റി ആയിരിക്കും ഈ ഒരു ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേക്കും. ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഗ്രോസറി വന്നു. അപ്പോൾ എന്താ പറയുക, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സാധാരണ ആപ്പിൾ, ബനാന, പിന്നെ ഇപ്പോൾ ഈ പ്ലമ്മിൻ്റെ ഒക്കെ സമയമാണ്, പ്ലം, നെക്ടർ, ഫ്രൂട്ട്സിൻ്റെ സീസണാണ്. അപ്പോൾ ഈ ആപ്പിളും ബനാനയുമാണ് എപ്പോഴും മേടിക്കുന്ന ഫ്രൂട്ട്സ്. അതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ സീസണൽ നോക്കി അങ്ങനെയാണ് മേടിക്കാറുള്ളത് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ എന്ത് ഫ്രൂട്ടാണെങ്കിലും ഫ്രൂട്ടും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന സീസണലായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച ഒരു ദിവസം ബർഗർ ഉണ്ടാക്കാമെന്ന്. ഈ ഒരു ബർഗർ ബണ്ണും പാറ്റിയും മേടിച്ചിട്ടുണ്ടാക്കിയാൽ നല്ലതാണ് കേട്ടോ. പിന്നെ ലെറ്റ്യൂസും മയണൈസും കുറച്ച് സോസൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിള്ളേർക്കും ഇഷ്ടമാണ്. പിന്നെ ചീസ്, നമ്മുടെ എന്താ പറയുക, വീക്ക്ലി പിറ്റ്സൊക്കെ എന്താണെങ്കിലും ആ ചീസും ആ പെപ്പറോണി അത് മേടിക്കും. പിന്നെ ഇത് കുറച്ച് ചിക്കൻ തൈസാണ് കേട്ടോ, ചിക്കൻ തൈസും ചിക്കൻ ബ്രസ്റ്റും. തൈസ് ഞാൻ കുറച്ച് കറി വെക്കാമെന്ന് ഓർത്തിട്ട്, പിന്നെ ഇത് ഞങ്ങൾ 1-2-3 ദിവസമൊക്കെ വൈകുന്നേരം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ബ്രസ്റ്റ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കാനാണെങ്കിൽ ബ്രസ്റ്റാണ് എപ്പോഴും നല്ലത്. അതിൽ ഫാറ്റ് കുറവാണ്. അപ്പം നമ്മളൊരു എന്താ പറയുക, വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിക്കൻ തൈസിൽ നിന്നും മാറി ചിക്കൻ ബ്രസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. പിന്നെ ഈ ഒരു സാൽമണാണ് കേട്ടോ നമ്മൾ അധികവും മേടിക്കുന്നത്, കോൾസിൽ നിന്ന് മേടിക്കുന്നതാണ്. പിന്നെ നമ്മുടെ വാട്ടർമെലൺ, പിന്നെ എപ്പോഴും തന്നെ മേടിക്കുന്ന വേറൊരു സാധനം വാട്ടർമെലനാണ്. പിന്നെ ഈ പറയും പോലെ പാല്. ഇപ്പം ഞങ്ങൾ ഈയിടെയായിട്ട് ഈ ഒരു ലൈറ്റ് മിൽക്ക് മേടിക്കുന്നത് കേട്ടോ. അപ്പം ഒരു 2 ലൈറ്റ് മിൽക്കും ഒരു ഫുൾ ഫാറ്റ് മിൽക്കും. അപ്പോൾ ഫുൾ ഫാറ്റ് ഉള്ളതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ചായയൊക്കെ എടുക്കുമ്പം, ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും ഒന്നുകൂടെ ടേസ്റ്റി അതാണ്. ഞാൻ അന്നേരത്തേക്കും ഫ്രിഡ്ജൊക്കെ എന്താ പറയുക എല്ലാം ഒന്ന് ഒതുക്കി കുറച്ച് സ്ഥലമൊക്കെ ആക്കിയതാണ്. പിന്നെ അതുപോലെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം കൂടെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ആ ഡോർ അടയ്ക്കുന്ന ആ ഒരു ഏരിയയില്ല, ഈ ഒരു സ്ഥലം ചിലപ്പോൾ മറന്നു പോകുന്ന സ്ഥലമായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലം കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ടിനി നമ്മുടെ ഗ്രോസറി എല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നമുക്കിനി ഇപ്പം തന്നെ എടുക്കാനുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെപ്പോഴും കാണുന്ന പോലെ മുമ്പിൽ വെക്കും. പിന്നെ പുതിയതൊക്കെ അതിൻ്റെ പുറകിലായിട്ട് വെക്കും. പിന്നെ നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഫുഡൊക്കെ ബാക്കി വന്നതൊക്കെ വെക്കുമ്പോഴാണെങ്കിലും നമ്മൾ കഴിയുന്നതും ഒരു ഗ്ലാസിൻ്റെ ഒക്കെ കണ്ടെയ്നറിൽ കാണുന്ന പോലെ വെക്കുവാണെങ്കിൽ നമ്മളങ്ങനെ മറന്നു പോകത്തില്ല. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ ശരിക്കും ഫ്രിഡ്ജിൽ ഫുൾ എന്താ ഉള്ളതെന്നൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് വേസ്റ്റേജ് കഴിയുന്നത്ര കുറയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ചിലപ്പോൾ നമ്മൾ വെച്ചിട്ടങ്ങ് മറന്നു പോകും, നമ്മൾ കാണത്തില്ല അല്ലേ, അയ്യോ കണ്ടിരുന്നെങ്കിൽ ഇത് കഴിക്കാമായിരുന്നു എന്ന് പിന്നെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. ഞാനും അങ്ങനെയൊക്കെ ഒരുപാട് വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മീൽ പ്രപ്പാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ചധികം സവാള ഇങ്ങനെ തൊലി പൊളിച്ച് വെക്കുക എന്നുള്ളത്. അതൊരു ഇതുപോലെ തൊലി പൊളിച്ചിട്ട് നമ്മളൊരു കഴുകി ഒരു വൈപ്പ് കൊണ്ട് തുടച്ച്, നമ്മൾ തുണി കൊണ്ട് തുടയ്ക്കരുത്, തുണിക്കാൻ മണം വരും. അപ്പോൾ ഇതുപോലൊരു ടിഷ്യൂ കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ട്, എന്നിട്ടൊരു സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ടിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ വെക്കത്തില്ലേ, അതിൻ്റെ കൂടെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മണം ഒന്നും വരത്തില്ല. പിന്നെ നമുക്ക് എന്തിനും വേണ്ടൊരു കാര്യമാണല്ലോ ഈ സവാള എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് എപ്പോഴും അത് തീരുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ സാധാരണ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് അത് വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഞാനിതൊരു 3-4 പോർഷൻസ് ആയിട്ട് ഇങ്ങനെ വെക്കും. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മളൊരു 3 ദിവസമെങ്കിലും ഇത് ഗ്രില്ല് ചെയ്യും കേട്ടോ. എന്തെങ്കിലും വെജിറ്റബിൾസ് സ്റ്റീം ചെയ്യുമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ സ്റ്റിർ ഫ്രൈ ചെയ്യുകയോ ചെയ്തിട്ട്, അതാണ് നമ്മുടെ ഒരു ഡിന്നർ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കപ്പോൾ വൈകുന്നേരം അല്ലേ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്ത് സുഖമാണ്, നമുക്കിത് ജസ്റ്റ് എടുത്ത് ഗ്രില്ല് ചെയ്താൽ മതി. അതുപോലെ ഇത് തൈസ് ഞാനൊരു 2 പ്രാവശ്യം കറി വെക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങനെ തന്നെ 2 പോർഷനാക്കിയിട്ട് ഫ്രീസ് ചെയ്യുക. പിന്നെ ഫ്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പോർഷനാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, നമുക്ക് പിന്നീട് അത് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ ഫ്രീസറിൽ ഓൾറെഡി ഉണ്ട്. ആദ്യം കാണിച്ചത് ബീറ്റ്റൂട്ടാണ് കേട്ടോ, നമ്മുടെ ബീറ്റ്റൂട്ടാണ്. ഇനിയൊരു 2 പാക്കറ്റും കൂടി ഉണ്ട്. പിന്നെ കോളിഫ്ലവർ, അത് ഈ പറയും പോലെ നമ്മൾ വലിയ ഒരെണ്ണമാണല്ലോ മേടിക്കുന്നത്, അപ്പോൾ നമുക്ക് കുറേ 3-4 പ്രാവശ്യം എടുക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ ഇത് സ്റ്റീം ചെയ്യാനുള്ളതാണ് ഈ കോളിഫ്ലവർ. പിന്നെ അതുപോലെ ബ്രോക്കളി,
നമ്മൾ ഫ്രഷായിട്ട് വെജിറ്റബിൾസ് ഫ്രീസ് ചെയ്യുന്നത് പല മാസങ്ങളിരിക്കും. ആക്ച്വലി ഞാനൊരു മാക്സിമം ഒരു 1 മന്ത് കൂടുതലൊന്നും സാധാരണ അങ്ങനെ ഇരിക്കാറില്ല. ഒന്നാമത് നമുക്ക് ഫ്രീസർ അത്രേ സ്ഥലമുള്ളൂ, പിന്നെ നമ്മളങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് അങ്ങനെ ഫ്രീസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഫ്രീസ് ചെയ്യുക എന്നുള്ളത്. ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രോക്കോളി തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ തോരൻ വെക്കാൻ പാകത്തിന് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ ആണ് നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ കുറച്ച് ബീൻസ്. അപ്പോൾ ഈ ബീൻസൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഫ്രൈഡ് റൈസോ ന്യൂഡിൽസോ അതൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ എന്താണെങ്കിലും കുറച്ച് ഇങ്ങനത്തെ വെജിറ്റബിൾസ് ഇങ്ങനെ ഫ്രീസ് ചെയ്തുണ്ടാവും. ഇത് നമ്മുടെ ഫ്രോസൺ ബീറ്റ്റൂട്ട് കൊണ്ട് ഞാൻ തോരൻ വെച്ചതാണ്. അപ്പോൾ പലർക്കും ഉള്ള സംശയമാണ് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമോ കുഴഞ്ഞു പോകുമോ എന്നൊക്കെ ഉള്ളത്. വെള്ളം വരുമോ കുഴഞ്ഞു പോകുമോ ഒന്നുമില്ല. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് മാത്രം. എന്ന് വെച്ചാൽ നമ്മൾ അടച്ച് വെച്ച് അധികം കുക്ക് ചെയ്യേണ്ട, കാരണം കുറച്ച് വെള്ളം എന്തായാലും വരും. അപ്പോൾ അത് ആദ്യം തുറന്ന് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരുവിധം വറ്റിക്കഴിഞ്ഞിട്ട് വെന്തില്ലെങ്കിൽ മാത്രം കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി. നമുക്കങ്ങനെ രുചി വ്യത്യാസമോ ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഭയങ്കര ഫ്രഷ് വെജിറ്റബിൾസേ കഴിക്കൂ എന്നൊക്കെ ഉള്ളവർക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കെന്താണെങ്കിലും ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഫ്രീസറും കൂടെ ഒന്ന് ഒതുക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഡോറിലുള്ള ആ ഒരു റാക്കില്ല, അതൊക്കെ ഒന്ന് കഴുകിയതാണ്. കുറേ കാലമായി കാണും കേട്ടോ കഴുകിയിട്ട്. ഇതൊന്നും അങ്ങനെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അതിലൊക്കെ പതുക്കെ അല്ലേ അഴുക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. കുറച്ച് വെജിറ്റബിൾസ് ഫ്രീസറിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേറെ അങ്ങനെ ഒത്തിരി മീൽ പ്രിപ്പൊന്നുമില്ല. ഇല്ലെങ്കിൽ ചിലപ്പം ഇതൊക്കെ ഓരോ മീൽ പ്രിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണ് ആ ഫ്രീസറിലിരിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ നമ്മൾ കോളിഫ്ലവറോ ബ്രോക്കോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ അത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെക്കും. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു മീൽ പ്രിപ്പ് എന്ന് പറയുന്നത് മെയിനായിട്ട്. പിന്നെ ഈ ഒരു ഫ്രോസൺ ഫ്രൂട്ട് മിക്സ് കിട്ടും. ഇതും ഈ പറയും പോലെ കോൾസിന്ന് മേടിക്കുന്നതാണ്. നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ്, കുറേ ബെറീസൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ ഇതൊരു വെജിറ്റബിൾ മിക്സാണ്. പിന്നെ നമ്മുടെ ചില്ലി, പിന്നെ ഇത് കുറച്ച് ഗോതമ്പിൻ്റെ മാവ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ഇങ്ങനെ ഫ്രോസൺ സ്നാക്സ് കിട്ടാറുണ്ട്. നമ്മളത് മേടിക്കാറേ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഒട്ടും അത്ര താല്പര്യമില്ല. അതിൽ ഭയങ്കര ഓയിലായിട്ടാണ് തോന്നാറുള്ളത് അത് ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പം അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള ജങ്കൊന്നും നമ്മുടെ ഫ്രീസറിൽ ഉണ്ടാവില്ല. പിന്നെ ഐസ്ക്രീമാണ് മിക്കവാറും ഉണ്ടാകുന്നത് കേട്ടോ. പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നൊരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെട്ട് കേക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും അല്ലേ. നമ്മുടെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ്. നമ്മുടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പിള്ളേരെക്കാളും ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ അത് കുറച്ച് നാളങ്ങനെ ഇരിക്കും. പിന്നെ നമുക്ക് കാപ്പിക്കും ചായക്കൊക്കെ ചുമ്മാ ഒന്ന് കടിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഇത് നല്ല എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇങ്ങനെ തന്നെ ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താലും ഒരുവിധം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെട്ട് കേക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ മൈദ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടേസ്റ്റിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ 3 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതേ മെഷർമെൻറ്റിൽ ആഡ് ചെയ്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അധികം എണ്ണയൊന്നും കുടിക്കാതെ അങ്ങനെ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ ഏലക്കയില്ലേ, ഏലക്ക പൊടിച്ചത്. ഇത്രയും സംഭവങ്ങളിട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമ്മളൊരു മിക്സീൻ്റെ ജാറിൽ പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പം ഞാനൊരു 1.25 കപ്പ് ആണ് കേട്ടോ എടുത്തത്. പക്ഷേ ഞാനത് മുഴുവൻ യൂസ് ചെയ്തില്ല. 1 കപ്പ് ധാരാളമാണ്. എനിക്കൊന്ന് വൈറ്റ് ഷുഗർ ആണെങ്കിൽ അത്ര പോലും വേണ്ടായിരിക്കും. അപ്പം അത് നമ്മുടെ ഒരു ടേസ്റ്റ് ബഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഒരു 3 മുട്ടയും ഞാൻ കുറച്ച് പാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. പാല് ആഡ് ചെയ്യാതെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ അത് നന്നായി വന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു കേട്ടോ. പിന്നെ കുറച്ച് വനില എസൻസ്, ഇത്രയും സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചല്ലോ, അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസില്ലേ, നമ്മൾ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി അടിച്ച് വെച്ചത് അതെല്ലാം കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിനി ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, വെള്ളം അധികമാകാതെ ശ്രദ്ധിക്കണം. കറക്റ്റ് ആ വെള്ളത്തിൽ വരണം. ഈ പറയും പോലെ വെള്ളം കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പൊടി ഇടുക. ഇനി പൊടി കുറവാണെങ്കിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിക്കുക. വെള്ളം ഒഴിക്കരുത്.
എന്നിട്ട് ദേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. കുറച്ചിങ്ങനെ ഒരു കട്ടിയുള്ള പോലെയാണ് കേട്ടോ. അപ്പോൾ അനീഷ് എനിക്ക് കുഴച്ചൊക്കെ തന്നു. കുറച്ച് പണിയാണ് ഇത് കുഴയ്ക്കാനായിട്ട്. ഇനി ഇത് കുറച്ച് എണ്ണയൊക്കെ തൂത്ത് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതപ്പോൾ അങ്ങനെ അവിടെ മൂടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനും സേറയും കൂടെ ഒരു പെട്ടെന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് ഓർത്തു കേട്ടോ. അവൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നു അവൾക്ക് എന്താണ്ടൊക്കെ കുറച്ച് ലുടുക്ക് സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന്. ഇന്നിപ്പം ഇനിയിപ്പോൾ അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ല. അപ്പം ഞങ്ങളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് ഞാനും മക്കൾസും കൂടെ ഷോപ്പിങ്ങിന് പോകാറുള്ളത് കേട്ടോ. ചിലപ്പോൾ ഞാൻ അനീഷിനെയും പിള്ളേരെയും കൂടെ അങ്ങനെ പറഞ്ഞുവിടും. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാനങ്ങ് പോകാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞിങ്ങനെ പോയാൽ രസമാണ്. വലിയ തിരക്കൊന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകാനൊരു രസമാണല്ലേ. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളപ്പോൾ ഞാനീ പറയും പോലെ ഗ്രോസറി ആണെങ്കിലും കഴിയുന്നതും ഓൺലൈൻ ചെയ്യും. കാര്യം നമുക്ക് കിട്ടുന്ന സാധനമാണെങ്കിലും വലിയ കുഴപ്പമില്ല. നമുക്കൊരു ടൈം സേവറുമാണ്. നമ്മൾ റെഗുലറായി വാങ്ങുന്ന കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോപ്പിൽ കൂടെ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളിങ്ങനെ കടയിൽ പോയി ആളുകളെയൊക്കെ കണ്ട് അല്ലേ പുറത്തുള്ള ഒരു എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ഫിസിക്കലായി നടന്ന് ഷോപ്പ് ചെയ്യുന്നത് അതും വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണല്ലേ. ഞാനിപ്പോൾ ഇവിടെ കെ-മാർട്ടിൽ എൻ്റെ നമ്മുടെ വേസ്റ്റ് ബിൻ അത് കേടായിപ്പോയി. അപ്പം അതൊരെണ്ണം മേടിക്കണം. അപ്പം ഞാൻ വളരെ സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു സാധനമാണ് കേട്ടോ മേടിച്ചത്. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. പിന്നെ കെ-മാർട്ടാണ് നമ്മുടെ ഈ കിച്ചണിലോട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഏറ്റവും റീസണബിളായിട്ട് കിട്ടുന്നത്. നമ്മുടെ കണ്ടെയ്നേഴ്സൊക്കെ ഇഷ്ടം പോലെ തരത്തിലുള്ളത് വളരെ വളരെ റീസണബിളായിട്ടുള്ള വിലയിൽ നല്ലതുമാണ് കേട്ടോ. ഞാൻ ഈ കണ്ടെയ്നേഴ്സൊക്കെ കുറച്ച് ഒരു 2 വർഷത്തിൽ കൂടുതലൊക്കെ ആയി. ഒരു കുഴപ്പമില്ല. നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് കേട്ടോ കെ-മാർട്ട്. പിന്നെ അതൊരു ഐക്കിയും ഒത്തിരി നല്ലതാണ്. നമുക്ക് ഐക്കി കുറച്ച് ദൂരെയാണ്. അപ്പം അതുകൊണ്ട് അധികവും കെ-മാർട്ടിൽ തന്നെയാണ് വരാറുള്ളത്. അപ്പം ഞാനിതൊക്കെ എടുക്കുന്ന സമയത്ത് സേറ അവൾക്ക് എന്താണ് ഐഷാഡോയോ അങ്ങനത്തെ എന്തൊക്കെയോ അവൾക്കിങ്ങനെ ഭയങ്കര താല്പര്യമാണ് മേക്കപ്പിലൊക്കെ. ഞാൻ കഴിയുന്നത്ര ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്താ പറയുക, നമ്മൾ എന്ത് കാര്യത്തിലാണെങ്കിലും അവരുടെ ഇഷ്ടവും കൺസിഡർ ചെയ്യണം എന്നാണല്ലോ. ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിലും ആദ്യമൊക്കെ ഞാനിങ്ങനെ ഫോഴ്സ്ഫുള്ളി എന്താ പറയുക കളറാണെങ്കിലും ടൈപ്പാണെങ്കിലും ഒക്കെ ഇങ്ങനെ എടുപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ അത് ഒരു കാര്യമില്ല. ഇപ്പോൾ അത് വർക്കാവില്ല, ഒട്ടും വർക്കാവില്ല. അവൾ ഇടുകയില്ല. അവൾക്ക് ഇഷ്ടമുള്ള ചില ടൈപ്പുണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ അവളത് വളരെ സന്തോഷത്തോടു കൂടി അവൾ എപ്പോഴും ഇടും. അപ്പോൾ ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെ ഒത്തിരി കളറാണെങ്കിലും ടൈപ്പാണെങ്കിലും ഒന്നും അങ്ങനെ കാര്യമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറയുക അല്ലേ. ഇപ്പം നല്ലതെന്ന് തോന്നുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യട്ടെ. പിന്നെ അവരുടേതായിട്ടുള്ള സ്റ്റൈലും ടേസ്റ്റും ഒക്കെ ഡെവലപ്പ് ചെയ്യട്ടെ അല്ലേ. പക്ഷെ നമ്മൾ എന്താ പറയുക, എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഒരു വാല്യൂസ് അല്ലെങ്കിൽ നമുക്ക് ശരി എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അവർ പതുക്കെ അവരുടെ ശരികളും തെറ്റുകളും ഒക്കെ കണ്ടുപിടിക്കട്ടെ അല്ലേ. അതുപോലെ ഇവിടെ പ്ലാനിങ്, ജേർണലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റി ഇഷ്ടംപോലെ നല്ല ബുക്സ് ഉണ്ട്. നല്ല റീസണബിൾ പ്രൈസാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇത് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മോട്ടിവേഷനായിരിക്കും ഇങ്ങനത്തെ ഒരു ബുക്സൊക്കെ ഉണ്ടെങ്കിൽ. കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ വീട്ടിലെത്തി. അപ്പോൾ ഒരു 2 മണിക്കൂർ കൂടുതലായി കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മുടെ മാവ്. അപ്പോൾ ഇനി ഇത് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇത് കണ്ടോ, ജസ്റ്റ് ഈ ചപ്പാത്തി പലകയുടെ മേലെ വെച്ച് ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ വെട്ട് കേക്ക് എന്ന് പറയുമ്പോൾ ഇതിനിങ്ങനെ ഒരു വെട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ 4 സൈഡിലും ഇങ്ങനെ വെട്ടിക്കൊടുത്തു. ഇനി നമ്മൾ എണ്ണ ചൂടാക്കുമ്പോൾ ഇത് ഭയങ്കര ചൂടാവരുത്. കാരണം ഇത് കുറച്ച് കട്ടിയുള്ള സാധനമാണ്. അത് കുറച്ച് സമയം എടുക്കും അത് ഫുള്ള് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പുറം പെട്ടെന്ന് കുക്കാവും, അകം വേവില്ല. അപ്പം ഞാനങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഇതിലോട്ടിട്ടിട്ട് ഇത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് കുഴയ്ക്കുന്നതാണ് ഇതിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇതിങ്ങനെ എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടല്ല. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് കുറച്ച് കാലമായിട്ട് പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പല കമൻസിലൂടെയും 1-2 മെയിലിലൂടെയൊക്കെ പല രീതിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒരു വർക്കിംഗ് മോം ആ ഒരു ടൈറ്റിലില്ലേ, അതായത് നമുക്കൊരു വർക്ക് ഉണ്ട്, അവിടെ നമ്മുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ടെൻഷനുണ്ട്, പ്ലസ് നമ്മളൊരു ഹോം മേക്കറുമാണ് അല്ലേ. നമ്മുടെ വീട്ടിലെ കുറേ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം, നമ്മളിപ്പോൾ ഫാമിലിയിൽ നിന്ന് എത്ര സപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും
അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ ചില സമയത്തെങ്കിലും നമ്മളിങ്ങനെ എക്സോസ്റ്റഡ് ആയി പോയില്ലേ, എങ്ങനെയാണ് ഇത് രണ്ടും കൂടി ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോവുക എന്നൊക്കെയാണ് ഈ ചോദ്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയാണ്. ഞാനൊരു പെർഫെക്ഷനിസ്റ്റേ അല്ല ഒരു കാര്യത്തിലും. എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ നടക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ ഞാൻ കോംപ്രമൈസ് ചെയ്യും. അതായത് ഞാൻ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളിപ്പം ഒരു ദിവസം ഭയങ്കര ടയേർഡാണ്, നമ്മുടെ വർക്ക് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു, നമുക്ക് അന്ന് വേണമെങ്കിൽ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം നമ്മൾ വളരെ റെഗുലറായിട്ട് എന്നും ലോണ്ട്രി ഇട്ട് ഡ്രസ്സൊക്കെ മടക്കിയെടുത്ത് വെക്കുന്നവരായിരിക്കും. പക്ഷേ ഇപ്പോൾ ചില ദിവസം അങ്ങനെ ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. നമുക്ക് നമ്മുടെ ബാക്ക് ടു റുട്ടീൻ ആകുമ്പോൾ നമുക്കതെല്ലാം കൂടെ ഒരു ദിവസം കഴുകി വൃത്തിയാക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും, എന്ത് ജോലിയാണെങ്കിലും ഞാൻ വിചാരിക്കുന്നത് ഇറ്റ് ക്യാൻ വെയിറ്റ്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ വേറൊരു കാര്യം, നമ്മൾ ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നില്ല. നമുക്ക് ചോദിക്കാം, ഈ ഒരു പാത്രം ഒന്ന് കഴുകണം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എനിത്തിങ് അല്ലേ. നമുക്കത് ചോദിക്കുന്നതിന് നമ്മളൊരു മടി വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, ഇതൊന്നും കണ്ടിട്ട് ഇവർക്കൊരു മൈൻഡ് ഇല്ലല്ലോ, ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടൂടെ, ഇവർക്കൊന്ന് വന്ന് എന്നെ സഹായിച്ചൂടെ. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. നമ്മുടെ മനസ്സ് വായിച്ച് എല്ലാവരും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള മണ്ടത്തരമാണ്. അപ്പോൾ വാ തുറന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ഒരുപാട് റൂട്ടീൻ അല്ലേ, നമ്മളിങ്ങനെ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ്. ഇപ്പം ഞാനിതിനെല്ലാം കാണുന്നത് എൻ്റെ ലൈഫ് ഈസി ആക്കാനുള്ള മെത്തേഡ്സ് ആയിട്ടാണ്. അതായത് എനിക്ക് റിലാക്സ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ഹാപ്പി ആയിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം കണ്ടെത്താനാണ് അല്ലേ നമ്മൾ ഈ റൂട്ടീനൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം അതാണ്. അപ്പം നമ്മൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വീണ്ടും ടെൻഷൻ അടിച്ച്, അയ്യോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ, അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. എല്ലാം പെർഫെക്റ്റായി ചെയ്യുന്ന ഒരു സൂപ്പർ വുമണിനേക്കാളും നല്ലത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്തിരിക്കുന്ന ഒരു ഹാപ്പി വുമൺ അല്ലേ, ഒരു ഹാപ്പി മോമായിട്ടിരിക്കാനല്ലേ നമുക്കെല്ലാവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ അതാണ് ഏറ്റവും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഒരു പീസ് ഓഫ് മൈൻഡും ഒരു ഇന്നർ ഹാപ്പിനെസ്സുമാണ് എനിക്ക് ഏറ്റവും വില പിടിച്ചത്. അപ്പോൾ നമ്മളെ തന്നെ സ്ട്രെസ് ചെയ്യാതിരിക്കുക, ഇറ്റ്സ് ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും, അവർ എന്തൊരു അടിപൊളിയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് ഒരു ചെറിയ പാർട്ട് ഓഫ് ദർ ലൈഫാണ്. അതിപ്പം ഏത് ലൈഫാണെങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർക്കുക, നമുക്കറിയുന്നത് നമ്മുടെ ജീവിതം മാത്രമാണ്, അതിലുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുക, നമ്മുടെ ജീവിതത്തിലെ സന്തോഷവും നന്മയും ബ്ലെസ്സിങ്സും തിരിച്ചറിയുക. ഇതാണ് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലതായിരുന്നു കേട്ടോ, നന്നായിട്ട് വന്നു. നിങ്ങളിങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കും. ഇത് പിന്നെ പെട്ടെന്ന് കേടൊന്നും ആവത്തില്ല, നമുക്ക് പുറത്തിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെ ആഫ്രിക്കൻ ഡേസി ആയിരുന്നു, ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, അതൊന്നും നന്നായി വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് അവിടെ കൂടെ ഒരു 3-4 റോസ് വെക്കാമെന്ന് കേട്ടോ. അപ്പോൾ അനീഷും ഇവാനും കൂടെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ എങ്ങനെ ആയിന്ന് ഇനി വരുന്ന വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ടൊരു കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ അതിപ്പം നല്ലതാണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് ആണെങ്കിലും, ഐ മീൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലും ഒക്കെ ധൈര്യമായിട്ട് പറയാം. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.